പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യാസമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം കർത്താവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതായ ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അതിനാധാരമായിട്ട് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. I would like to read one scripture portion from the book of Romans chapter 8 verse 18 for our evening meditation. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇന്ന് രാത്രികാലം കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ വിഷയം, അത് മനുഷ്യന്റെ ചിന്തകൾ പലപ്പോഴും, അല്ലെങ്കിൽ അവന്റെ ഹൃദയവിചാരങ്ങൾ പലപ്പോഴും അവനെ വളർത്തുകയും തളർത്തിക്കളയുകയും ചെയ്യും. സ്തോത്രം. നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ, ചിന്തകൾ മനസ്സിനെ ഭരിച്ചു കഴിഞ്ഞാൽ അത് ദിനംതോറും അത് മനസ്സിൽ പേറി നടക്കുന്ന ഒരു വ്യക്തിക്ക് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഇതൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവോ ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസ്സിൽ പലപ്പോഴും ഈ ഭാരങ്ങളും പ്രയാസങ്ങളും ഏറി മൂകരായി ജീവിച്ചു പോകുന്ന അനേകരുണ്ട്. ഈ ലോകത്തിൽ ദൈവം ധരിക്കുന്ന ആയുസ് സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി കഴിച്ചു കൂട്ടുവാൻ കഴിയാതെ ദുഃഖിതരായി ഈ ലോകം വിട്ട് കടന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഉള്ള ഒരു ജീവിതമല്ല ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മനുഷ്യനെപ്പോഴും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഭൂമിയിലായിരിക്കണമെന്നാണ് ദൈവം മനുഷ്യനെ കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കുകയും ദൈവം നമ്മളെ ഓർപ്പിച്ചുണർത്തുകയും ചെയ്യുന്നത്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യാശയുടെ കാര്യങ്ങളൊക്കെയും മനസ്സിൽ ചിന്തിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും. മാത്രമല്ല ആത്മീയമായിട്ടും അത് നമ്മളെ ഉന്നതിയിലേക്ക് ചെന്നെത്തിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും പരിശോധനകളും അത് രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെയും തൻ്റെ സുവിശേഷ ഘോഷണത്തോടുള്ള ബന്ധത്തിൽ അവൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ പലപ്പോഴും അവന്റെ മനസ്സിനെ തളർത്തിക്കളയുന്ന രീതിയിലുള്ളതായ കാര്യങ്ങളൊക്കെയും വന്ന സന്ദർഭങ്ങളിൽ അവൻ തളർന്നു പോകാഞ്ഞതിന്റെ കാരണം, ഒരു നല്ല അന്ത്യം അവൻ പ്രാപിച്ചതിന്റെ കാരണം, എപ്പോഴും അവനെ ഭരിച്ചുകൊണ്ടിരുന്നത് തന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ പ്രതിസന്ധികൾ അല്ലായിരുന്നു. പ്രത്യുത കർത്താവ് തനിക്ക് ഒരുക്കുന്നതായ ആ തേജസ്സിനെ ഓർത്താണ്
ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നു പോകുവാൻ ദൈവം അവനെ കരുത്ത് കൊടുത്തത്. അതാണ് ഇവിടെ വാക്യത്തിൽ താൻ പറയുന്നത്. അതുകൊണ്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. Here we can see that Paul says, the book of Romans chapter 8 verse 18. There we can see that, for I consider that the sufferings of this present time are not worthy to be compared with the glory which shall be revealed in us. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ബൊമ്മയായിട്ടല്ല. ഇച്ഛാശക്തിയുണ്ട്, വിവേചന അധികാരമുണ്ട്, എല്ലാ ഗുണഗണങ്ങളോടുകൂടിയാണ് ദൈവം മനുഷ്യനെ ഏത് തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കിയത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി മുൻപോട്ട് വന്നപ്പോൾ അവന്റെ ഹൃദയവിചാരങ്ങൾ തന്നെ ദോഷമുള്ളതായിട്ട് ദൈവം കണ്ടു. നോഹയുടെ കാലം എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തലമുറകൾ പലത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ആദാം മുതല് 10-ാം തലമുറക്കാരനായ നോഹ. ആ നോഹയുടെ കാലം 10 തലമുറകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം മനുഷ്യനെ നോക്കി. ആ സന്ദർഭങ്ങളിൽ മനുഷ്യൻ വളരെ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുകയാണ്. ആദാമിന്റെ വംശപാരമ്പര്യം നമുക്കറിയാം. ആദാം, ശേത്ത്, ഏനോസ്, കേനാൻ, മഹലേൽ, യാരേദ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി 10-ാമനായ നോഹയുടെ കാലം വരികയാണ്. അപ്പോൾ ആ നോഹയുടെ കാലം വന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. അപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തെ ദൈവം നോക്കിയപ്പോൾ അതേ മനുഷ്യന്റെ ദുഷ്ടത ഭൂമിയിൽ വലുതായിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു. അതുകൊണ്ട് ദൈവം വളരെ ദുഃഖിക്കുകയും മനുഷ്യനെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചു കളയുവാൻ ദൈവം തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ അവിടെ കാണാൻ കഴിയും, എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന്റെ യഹോവയുടെ കൃപ ലഭിച്ചു. എന്താണ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിക്കാൻ കാരണം? യഹോവ ഇത്രമാത്രം ഒരു കഠിന തീരുമാനമെടുക്കുമ്പോൾ നോഹയ്ക്ക് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. നോഹ നീതിമാനും ദൈവഭക്തനും നിഷ്കളങ്കനുമായിരുന്നു. അവൻ ദൈവത്തോട് കൂടെ നടന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ശേം, ഹാം, യാഫേത്ത് 3 പുത്രന്മാരെ അവൻ ജനിപ്പിച്ചു. അപ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്ക നിമിത്തമായിട്ട് ദുഃഖിക്കുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ കൃപ ലഭിച്ചതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോഹ വിശ്വസ്തനായിരുന്നു, നീതിമാനായിരുന്നു,
നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോട് ചേർന്ന് നടന്നു. അവന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ എപ്പോഴും ദൈവകാര്യങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ അവന് ഉണ്ടായി. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, എന്നാൽ നിന്നോട് ഞാൻ ഒരു നിയമം ചെയ്യും. നീ കോപ്പർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന്റെ അളവുകളും സ്കെച്ചുകളും എല്ലാം പറഞ്ഞു കൊടുത്തു. നീയും നിന്റെ ഭാര്യമാരും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും എല്ലാം അകത്ത് കയറണം. 100 വർഷക്കാലം പെട്ടകം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ തന്നെ നോഹ പ്രസംഗിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആരും അതിനകത്ത് കയറാൻ തുനിഞ്ഞില്ല. എന്നാൽ നോഹയും അവന്റെ കുടുംബവും പെട്ടകത്തിനകത്ത് കയറി 8 പേർ ആ വലിയ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കുകയും ദൈവകാര്യങ്ങൾ തൽപരനാകുകയും ചെയ്ത നോഹയ്ക്ക് ആ പ്രതിസന്ധിയുടെ നടുവിൽ രക്ഷപ്പെടുവാൻ ദൈവം വഴികളെ ഒരുക്കി. ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റവും വളരെ ഭാരപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിഷയമായി തീർന്നാലും ദൈവത്തിന്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി നടക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഹൃദയവിചാരങ്ങൾ ദൈവം കണ്ട് ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ദൈവം ചൊരിയുക തന്നെ ചെയ്യും. വലിയ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെയും തക്ക സമയങ്ങളിലൊക്കെയും ദൈവം നമ്മളെ സഹായിക്കുകയും പിടിപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഹൃദയ വിചാരങ്ങൾ പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് അവൻ അത് വിചാരിച്ച് പ്രശ്നങ്ങളെ കണ്ടിട്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ച് അങ്ങനെ ഭാരപ്പെട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അന്ധകാരം മൂടുക തന്നെ ചെയ്യും. അവനൊരിക്കലും ഒരു നല്ല വെളിച്ചത്തിലേക്ക് വരുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ ഉള്ളതായ അന്ധകാരത്തിൻ്റെതായ അവസ്ഥകൾ, ആ ചിന്തകൾ എന്നും വെക്കുവാൻ അല്ല ദൈവം കൽപ്പിക്കുന്നത്. ആ അന്ധകാരത്തിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം എന്നുള്ളതാണ്. ഹൃദയത്തിൽ വെളിച്ചം ഉണ്ടാകണം. നമുക്ക് നോക്കാം, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഈ തരുണത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിതമായ വേദഭാഗമാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നത് ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം. ദൈവത്തിന്റെ ആഗ്രഹം എപ്പോഴും ഇരുണ്ട് മൂടിക്കിടക്കുന്നൊരവസ്ഥയിലല്ല ജീവിതമായിരിക്കേണ്ടത്. ആ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്നും ജീവിതങ്ങൾ വെളിച്ചത്തിലേക്ക് വരണം. ആ വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ വെളിച്ചം ആയ യേശു ക്രിസ്തു ഉള്ളിലേക്ക് വരണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് മനുഷ്യനെയും കറുത്തവനെന്നോ വെളുത്തവനെന്നോ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏത് പാപിയെയും കൊടും പാപികളെയും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നതായ സുവിശേഷത്തിൻ്റെതായ ആ പ്രകാശം, ക്രിസ്തുവാകുന്ന പ്രകാശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവന്റെ അന്ധകാരം മാറി പ്രകാശിക്കപ്പെടുകയാണ്.
നമുക്കറിയാം, സൃഷ്ടിപ്പിന്റെ ഒന്നാമത്തെ ദിവസം ദൈവം ചെയ്ത കാര്യം എന്തുവാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്? ഉൽപ്പത്തി 1 കാണാൻ കഴിയും, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴ്ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു. അപ്പോൾ ആദ്യം ദൈവം ചെയ്തത്, ഒന്നാമത്തെ ദിവസം ചെയ്തത്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അന്ധകാരത്തിന്റെ കീഴിൽ, ഇരുട്ടിൽ ഈ ഭൂമിയായിരുന്നു. പ്രകാശമില്ലാത്തൊരവസ്ഥയിൽ അനേകം നൂറ്റാണ്ടുകൾ ഈ ഭൂമി കടന്നിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ ആദ്യം ദൈവം ചെയ്തത്, സൃഷ്ടിപ്പിന്റെ എല്ലാം മുന്നോടിയായിട്ട് ദൈവം ചെയ്തത്, വെളിച്ചമുണ്ടാകട്ടെ, ലെറ്റ് there be light. God commanded and the light was. ലൈറ്റ് ഉണ്ടായി. ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ദൈവം പദ്ധതി തുടങ്ങുകയാണ്. 4-ാം ദിവസം ദൈവം ജ്യോതിർഗോളങ്ങളെ സൃഷ്ടിക്കുന്നു. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെ എല്ലാം സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? കാലം, ദിവസം, സംവത്സരം ഒക്കെ തിരിച്ചറിയുവാന്, ഭൂമിയെ പ്രകാശിപ്പിക്കുവാന്. അവ ഉതകട്ടെ എന്ന് പറഞ്ഞ ദൈവം അവ ആകാശവിധാനത്തിൽ നിർത്തി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ പ്രകാശത്തിന് ദൈവം 1-ാം സ്ഥാനം കൊടുക്കുകയാണ്. കാരണം ദൈവം പ്രകാശമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതൽ, ഒരു വ്യക്തി, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ ഹൃദയം പ്രകാശമായിരിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോഴും ഇങ്ങനെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് മനസ്സിൽ ഭാരമേറിക്കൊണ്ട് നടക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ നിരാശകളും ഭാരങ്ങളും എല്ലാം മാറി സന്തോഷത്തോടുകൂടി നിങ്ങളൊന്ന് ചിരിച്ച് ആ പോക്ക് പോകുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമായി തീരും. മുഖത്ത് നോക്കിയാൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ മ്ലാനബദ്ധരായി ജീവിച്ചുകൊണ്ട് എന്തർത്ഥം? ഹൃദയത്തിന്റെ ഭാരങ്ങൾ മാറണമെങ്കിൽ ഒരു കാര്യം ചിന്തിക്കണം, ദൈവിക കാര്യങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മൾ വായിച്ച വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അവൻ മറ്റുള്ള പ്രസംഗിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രകാശിക്കണം, നിങ്ങൾ സന്തോഷം ഉള്ളവരായിരിക്കണം എന്ന് അവൻ പലപ്പോഴും പലയിടത്ത് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ കാണാൻ കഴിയും, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നൊക്കെ താൻ പറയുന്നുണ്ട്. മറ്റുള്ളവരോട് പറയുക മാത്രമല്ല, തൻ്റെ സ്വന്തം ജീവിതത്തിൽ താൻ അത് പ്രാവർത്തികമാക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സ് വിചാരിച്ചാൽ ഈ കാലത്തിലെ ഘട്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ഒരു തേജസ്സ് നമുക്ക് വെളിപ്പെടുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. എന്നാൽ ഈ തേജസ്സ്, ഈ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കാതിരിക്കത്തക്ക രീതിയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നതായ ഒരു ദുഷ്ട വ്യാപാര ശക്തി ഉണ്ട്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്നതായ സാത്താന്യ ശക്തികളാണ്. അതാണ് ജീവിതങ്ങളിൽ കഷ്ടങ്ങൾ കൊണ്ടുവരുന്നത്, ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ടിട്ട് ഭാരപ്പെടുത്തുന്നത്, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടിടുന്നത്, മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നതായ വിഷയങ്ങൾ ജീവിതത്തിൽ കൊണ്ടിട്ട് ഭാരപ്പെടുത്തി വിഷാദ രോഗികളാക്കി തീർക്കുന്നത്. അത്
ആ സാത്താന്റെ ശക്തിയുടെ വ്യാപാരങ്ങളാണ്. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അറുക്കുവാനും മുടിപ്പാൻ നശിപ്പിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, എന്നാൽ അവർക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു തന്നെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നുണ്ട് സാത്താനെ കുറിച്ച്. അവന് പല പേരുകളുണ്ട്. അന്ധകാര പ്രഭു, ഈ ലോകത്തിന്റെ ദൈവം, പോഷകിന്റെ അപ്പൻ, ഇങ്ങനെ ഒരുപാട് പേരുകൾ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ 2 കൊരിന്ത്യർ 4:4 കാണാൻ കഴിയും, നമ്മുടെ ഹൃദയങ്ങളെ, മനുഷ്യന്റെ ഹൃദയങ്ങളെ ഇരുട്ടിലാക്കുന്ന വ്യക്തി ആരാണെന്ന് അവിടെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4:4 വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇപ്പൊ ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ പ്രതിമയാണ്. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു. ഫിലിപ്പോസ് ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. നോ വൺ കം ടു മൈ ഫാദർ ബട്ട് ബൈ മീ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം, ഈ സുവിശേഷത്തിന് തേജസ്സുള്ള സുവിശേഷമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിനെ പ്രസംഗിക്കുന്ന ഇടങ്ങളിലൊക്കെയും അത് രൂപാന്തരങ്ങൾ വരുത്തും. ക്രൂശിനെ ഉയർത്തുന്ന ഇടങ്ങളിലൊക്കെയും അത് രോഗികൾ സൗഖ്യപ്പെടും. ക്രൂശിനെ ഉയർത്തുന്ന ഇടങ്ങളിലൊക്കെയും പാപികൾ മാനസാന്തരപ്പെടും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്, കൊരിന്ത്യർ പറയുമ്പോൾ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായിരിക്കുമ്പോൾ വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഈ ശക്തി, ദൈവശക്തി വ്യാപരിപ്പാൻ കാരണം ക്രൂശിനെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ്. യേശുവിന്റെ ക്രൂശ് മരണത്തെ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ ജീവൻ വ്യാപരിപ്പാൻ ഇടയായി തീർന്നത്. സ്തോത്രം. എന്നാൽ ഇവിടെ കാണാൻ കഴിയും, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ വിത്ത് വളർന്നു വന്നപ്പോൾ മുള്ള് അതിനെ ഞെരുക്കിക്കളഞ്ഞു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ ലോകത്തിലെ ഉപജീവന ചിന്തകള്, ഭാരങ്ങള് എല്ലാം കൊണ്ട് കയറ്റി ഈ വളർന്നു വരുന്ന ദൈവവചനത്തെ ഞെരുക്കി ഈ പ്രകാശത്തെ ഇല്ലാതാക്കി വീണ്ടും അന്ധകാരത്തിലാക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ഈ ലോകത്തിന്റെ ദൈവം. വീണ്ടും ഹൃദയത്തെ ഇരുട്ടിലാക്കി കളയുന്ന അവസ്ഥ. എന്നാൽ അതിനു മുമ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചിന്തകളും ഭാരങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ക്രൂശിനെ ധ്യാനിക്കുകയും വരുവാനുള്ള ദൈവദേശ വിചാരിക്കുകയും ദൈവവാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളൊക്കെയും നമ്മളെ വിട്ടു മാറി, നെഗറ്റീവായ ചിന്തകളൊക്കെ നമ്മളെ വിട്ടു മാറി
നമ്മുടെ മുഖം പ്രകാശമനമായി തീരും. സ്തോത്രം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭാരപ്പെടുത്തുന്ന ചിന്തകളും വ്യതകളും ഒക്കെയും വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുവാനുള്ളായ ആ ഭാഗ്യകരമായ പ്രത്യാശ മുറുകെ പിടിക്കുകയും ദൈവ വാഗ്ദത്തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശ വർദ്ധിച്ച്, സന്തോഷം വർദ്ധിച്ച്, സമാധാനം വർദ്ധിച്ച്, സ്തോത്രം, അത് ഇരുട്ട് വ്യാപിക്കാതെ വണ്ണം പ്രകാശമുള്ളവരായി തീർന്ന് ഈ ലോക ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നമുക്ക് മുൻപോട്ട് നീങ്ങുവാൻ കഴിയും. നമുക്ക് നോക്കാം യെശയ്യാ പ്രവചനം 43 അധ്യായത്തിന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ ഈ തരുണത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ചിന്തകള്, നെഗറ്റീവായ ചിന്തകൾ, ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ ഈ വാക്തത്വം വായിച്ച് ധൈര്യപ്പെടുക. നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സുപരിതമായ വാക്യമാണ്. ബുക്ക് ഓഫ് യെശയ്യാ chapter 4-3 verses 1-3. When we go through the troubles and trials, we have to hold fast the promise of God which He given to each of us. Then we can go through the temptations and trials. Then we will get the victory over the evil spirit. നമുക്കൊന്ന് വായിക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇപ്പോഴോ എന്ന് ചോദിക്കുമ്പോൾ കഷ്ടം കൂടെയും പ്രയാസം കൂടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ കൂടെ എന്റെ ദൈവം എന്നെ മറന്നു കളഞ്ഞുവോ, എന്നെ കൈവിട്ടുവോ എന്ന് ഓർത്ത് വിലപിക്കുന്നതായ ദൈവവൈതലേ, പ്രിയ സഹോദര സഹോദരി, നിങ്ങളുള്ള ദൈവത്തിന്റെ ആലോചനയും വാക്തത്വമാണ് നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ് ഞാൻ. സ്തോത്രം. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. താഴോട്ട് കാണാൻ കഴിയും, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. When you go through the waters, I will be with you. നീ വെള്ളത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് അവസ്ഥകൾ വരും. പക്ഷെങ്കിൽ അവിടെ നിന്നെ അക്കരെ കയറ്റുവാൻ വള്ളമൊന്നും കാണത്തില്ല. നീ തന്നെ വെള്ളത്തിൽ കൂടെ ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരും. അതിന് നടുവില് ഭയപ്പെട്ടു പോകണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ ഒരിക്കലൊരു അനുഭവ സാക്ഷ്യം കേട്ടു. ഒരാളുടെ, ഒരു ചെറുപ്പക്കാരന്റെ, ഒറീസയുടെ പ്രദേശത്ത് ഒരു ഗ്രാമത്തിൽ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ ദൈവ ശബ്ദം കേട്ട് അവിടെ ചെന്നതാണ്. ആ സന്ദർഭത്തിൽ ഇതാ 6 ഭയങ്കര മഴ സമയമായിരുന്നത് കൊണ്ട് 6 നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അക്കരെ ഒരു ഗ്രാമമുണ്ട്, അവിടെ പോകാൻ വേണ്ടിയാണ്. ആ സന്ദർഭത്തിൽ താൻ വളരെ ഭാരപ്പെട്ടു. എങ്ങനെ അക്കരെ പോവും? നിറഞ്ഞ് വെള്ളം കുത്തി ഒഴുകുകയാണ്. അങ്ങനെ ഭാരപ്പെട്ടോടെ നിൽക്കുമ്പോൾ 2 പേര് നടന്നു വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അവര് വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ അവിടെ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ, എനിക്ക് അക്കരയ്ക്ക് പോവാൻ വേണ്ടിയാണ്, വിഷമിക്കണ്ട, ഞങ്ങളുടെ പുറകെ വരുവാൻ വേണ്ടി പറഞ്ഞു. മുണ്ട മേപ്പോട്ടൊക്കെ ഒന്ന് കുത്തി ഉടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വരുവാൻ വേണ്ടി അവർ പറഞ്ഞു. ഇദ്ദേഹത്തിന് പല ഭാഷകൾ വശമുണ്ട്. പക്ഷെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ എന്താണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അവര് വെള്ളത്തിൽ കൂടെ
ഇറങ്ങി അക്കരെ കയറി. ഇദ്ദേഹവും അവരുടെ പുറകെ നടന്ന് അക്കരെ കയറി കഴിഞ്ഞപ്പോൾ അവര് അപ്രത്യക്ഷരായിപ്പോയി. ദൈവദൂതന്മാരായിരുന്നു. പിന്നത്തേതിലാണ് ആ ഗ്രാമവാസികളിൽ നിന്നും താൻ അറിഞ്ഞത് നിലയില്ലാത്ത വെള്ളത്തിൽ കൂടെയാണ് താൻ നടന്നത്. എന്നാൽ തനിക്ക് ആ വെള്ളം അരയറ്റം പോലും ഇല്ലായിരുന്നു, തനിക്ക് ഫീൽ ചെയ്തില്ല. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയതുപോലെ തന്നെ അയച്ച ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഷണ്ണനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, ദൈവവിളി കേട്ട് ഇറങ്ങി തിരിച്ചതായ ഫിലിപ്പോസ്, ശമരിയയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നായ ഫിലിപ്പോസ്, നീ പുറപ്പെട്ട് അത് നിർജ്ജന പ്രദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ, ആ വിളിയുടെ മുമ്പിൽ ഒട്ടും പകച്ചു നിൽക്കാതെ ഇറങ്ങി പുറപ്പെട്ടവൻ ചെന്ന് എത്തിയത് എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയുടെ മുമ്പിലാണ്. അവൻ തേരിലിരുന്നു കൊണ്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അവൻ ചേർന്ന് നടന്നു കഴിഞ്ഞപ്പോൾ അവൻ ഈ ഭാഗം വായിക്കുന്നത് കണ്ടു. മശിഹായെക്കുറിച്ചുള്ള ഭാഗം അവൻ വായിക്കുന്നത് കണ്ടപ്പോൾ, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരുത്തൻ അർത്ഥം പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ തേരിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ തേരിനകത്ത് കയറി ആ ഭാഗത്തിൽ കൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. വെള്ളമുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ, ഇതാ വെള്ളം, ഞാൻ എനിക്ക് സ്നാനപ്പെടുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ രണ്ടുപേരും വെളിയിലിറങ്ങി, ഇരുവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിങ്കൽ ഫിലിപ്പോസ് ആ ഷണ്ണനെ സ്നാനപ്പെടുത്തി. ഷണ്ണൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. പെട്ടെന്ന് യഹോവയുടെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയെന്നാ വായിക്കുന്നത്. ദൈവമക്കളെ, ദൈവം അയച്ച ശുശ്രൂഷ തികച്ചു കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലത്ത് പോകുവാൻ അവൻ ബത്തപ്പാടോടുകൂടി ഓടിപ്പോകേണ്ടതായിട്ട് വന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ട് അസ്തോദിലേക്ക് കൊണ്ടുപോയെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്ന കേട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വഹിക്കും, നിങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കും. നിങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങൾ അറിയുന്ന ദൈവം ആ ആത്മാവ് തന്നെ കൂടെ നടന്ന് സഹായിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. യാക്കോബിനോട് പറയുമ്പോൾ, യാക്കോബേ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയത്തില്ല. സ്തോത്രം. ഇപ്പോ കവിഞ്ഞു പോവും, ഇപ്പോ താണു പോകുമെന്നൊക്കെയും ചിന്തകൾ വന്നേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്, ഞാൻ നിന്നെ പുറകിൽ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നെഗറ്റീവ് തോട്ടുകളെല്ലാം, നെഗറ്റീവ് ചിന്തകളെല്ലാം അങ്ങോട്ട് മാറ്റിവെക്ക്. നീ കടന്നു പോകേണ്ടതായിട്ട് വരും, പക്ഷെങ്കിൽ ഞാനും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, യേശു എന്നോട് കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. സ്തോത്രം. തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തുമില്ല. The flame of the fire not scorch you, because I redeemed you. Fear not, I created you, I named you.
when you go through the waters, I will be with you. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യം നമ്മൾക്കൊന്നുകൂടെ ചിന്തിക്കാം. റോമർ 8:18, നമ്മിൽ വെളിപ്പെടുവാനുള്ള ദേശം വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ആ ദേശത്തിനെ കുറിച്ച് പൗലോസ് വേറെ ഭാഗത്ത് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 41 മുതൽ കാണുവാൻ കഴിയുന്നുണ്ട്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. എന്ന് വെച്ചാൽ കർത്താവിന്റെ കാഹളധ്വനിയും മുഴങ്ങുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമ്പോൾ, അത് അടക്കിയ ശരീരത്തോടുകൂടിയല്ല, അല്ലെങ്കിൽ മാംസരക്തമായിട്ടുള്ളതായ ശരീരത്തോടുകൂടിയല്ല ഉയർത്തു വരുന്നത്, തേജസ്സേറിയ ശരീരത്തോടുകൂടിയാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അതാണ് പറയുന്നത്, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. കർത്താവിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ വചനങ്ങളെ നമ്മൾ എപ്പോഴും ധ്യാനിക്കണം. നമ്മിൽ വെളിപ്പെടാനുള്ള ദേശം വിചാരിച്ചാൽ ഈ കാലത്തിലെ ഘട്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അങ്ങനെയെങ്കിൽ അത് ഭക്തന്മാരൊക്കെയും അവരുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോലാടുകളുടെയും ഇടയാടുകളുടെയും തോല് ധരിച്ചു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, കല്ലേറ് കൊണ്ടു, ഭേദ്യമേറ്റു, ചങ്ങല ധരിച്ചു. സ്തോത്രം. കാടുകളിലും മേടുകളിലും ഉഴന്നു വലഞ്ഞു വിശ്വാസം കൊണ്ട് ഇറങ്ങി തിരിച്ചവർ. ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, എങ്കിലും അവർ വിശ്വാസത്തിൽ മരിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്രമാത്രം സന്ധിയിൽ കൂടെ അവർ കടന്നുപോയപ്പോഴും 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ അങ്ങോട്ട് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ സഭയ്ക്ക് നേരെ ഉണ്ടായ വലിയ പീഡകൾ, ആ പീഡകളുടെ നടുവിൽ എത്ര ആയിരങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിന്ന് അവരുടെ വിലയേറിയ ജീവൻ യേശുവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് ഇതിനെല്ലാം അവർ തയ്യാറായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഷ്ടങ്ങളും ഈ വേദനകളും ഒന്നും ഒരു വലുതായിട്ട് കാണാതെ തങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ്സാണ് ഒന്നാമതായിട്ട് കണ്ടത്. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇന്ന് രാത്രികാലം കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ധൈര്യപ്പെടാം. നമ്മുടെ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറട്ടെ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കട്ടെ. കൊലോസ്യ ലേഖനം 3:1 കാണാൻ കഴിയും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതരമായ ഉയർത്തുള്ളത് തന്നെ അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയർത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ വെളിപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഈ വചനങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രികാലം അല്പസമയം ദൈവവചനമായി ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഒരുക്കി തന്ന സാവകാശത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളൊക്കെയും ദൈവത്തിന് ഇഷ്ടമായി തിരുവാൻ തക്കവണ്ണം, ദൈവത്തിന് പ്രസാരമായി തിരുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അന്ധകാരം മാറി പ്രകാശമുള്ള ഹൃദയത്തോടുകൂടി ഞങ്ങളുടെ പരദേശവാസം കഴിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു നന്മയുള്ള നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു, കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ. ആമേൻ. ഇന്ന് രാത്രി കാലത്തെ ഈ വചന ചിന്ത നമുക്ക് അനുഗ്രഹമായി തീർന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്ന് അടുത്ത ആഴ്ച നമുക്ക് കണ്ടുമുട്ടാം ഈ സന്ദർഭത്തിൽ, ഈ സമയത്ത്. അതുവരെയും കർത്താവ് തന്റെ ചെറുകന്റെ മറവിൽ നമ്മളെല്ലാവരെയും കാത്ത് പരിപാലിക്കട്ടെ. മാറാനാഥ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. God bless you all. Thank you. Praise God. Praise the Lord. Hallelujah. Hallelujah.